നമസ്കാരം. കുട്ടികളിൽ സാധാരണയായി കാണപ്പെടുന്നതും എന്നാൽ നാം അധികം ചർച്ച ചെയ്യാത്തതുമായ ഒന്നാണല്ലോ കുട്ടികളിലെ ഹോർമോൺ വ്യതിയാനം. ഇതിനെപ്പറ്റി നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ കൺസൾട്ടന്റ് എൻഡോക്രൈനോളജിസ്റ്റ് ഡോക്ടർ അമൽദേവ് ആണ്. വെൽക്കം സർ. മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണല്ലോ സർ കുട്ടികളിലെ ഹോർമോൺ വ്യതിയാനങ്ങൾ. ഇത് എത്രത്തോളം സാധാരണമാണ്? മുതിർന്നവരിൽ കാണുന്ന ഒരുവിധ എല്ലാ ഹോർമോൺ പ്രോബ്ലംസും കുട്ടികളിലും തന്നെ കാണാറുണ്ട്. പക്ഷേ കുട്ടികളിലുള്ള ഹോർമോൺ പ്രോബ്ലംസ് എന്തുകൊണ്ട് പ്രസക്തമാകുന്നു എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കുട്ടികളുടെ വളർച്ചയുടെ സമയമാണ്. ഉണ്ടായി കഴിഞ്ഞ് ഇനീഷ്യലി ഉണ്ടാകുന്ന ബ്രെയിൻ്റെ ഡെവലപ്മെൻറ്റ്, അത് കഴിഞ്ഞ് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വളർച്ച, അത് കഴിഞ്ഞ് വരുന്ന പ്യൂബർട്ടിയുടെ ചേഞ്ചസ്, ഇതെല്ലാം ഹോർമോൺസിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ തുടക്ക സമയത്തിൽ ഇപ്പോൾ തൈറോയ്ഡ് ഹോർമോൺ കുറയുകയാണെങ്കിൽ അത് കുട്ടിയുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയും ബുദ്ധി വികാസത്തെയും ബാധിക്കാം. അത് കഴിഞ്ഞ് ഹോർമോൺ കുറഞ്ഞാൽ വളർച്ചയെ ബാധിക്കാം. പിന്നെ പ്യൂബർട്ടിയുടെ സമയത്ത് ഹോർമോൺ കുറഞ്ഞാൽ അത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാക്കാം. പക്ഷേ പലപ്പോഴും മുതിർന്നവരിലുള്ള മറ്റൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കൃത്യമായ സമയത്ത് കണ്ടെത്തുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടത് കുട്ടികളിൽ വളരെ അത്യാവശ്യമാണ്. കറക്റ്റായിട്ടുള്ള സമയത്ത് നമുക്ക് കണ്ടെത്താനും ചികിത്സിക്കാനും സാധിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ അത് കുട്ടികളുടെ ലൈഫ് ലോങ് ദൂരവ്യാപകമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാം. അപ്പം അതുകൊണ്ട് തന്നെ മാതാപിതാക്കളും ഈവൻ ടീച്ചേഴ്സും കുട്ടികളിലുള്ള ഹോർമോൺ പ്രോബ്ലംസ് കറക്റ്റ് സമയത്ത് തന്നെ തിരിച്ചറിയുകയും അത് ഒരു ഡോക്ടറിൻ്റെ അടുത്തോട്ട് എത്തിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സർ, ഞാൻ സാധാരണയായി കേട്ടിരിക്കുന്നത് ഈ കുട്ടികളുടെ തൈറോയിഡ് പ്രോബ്ലം ആണ്. അപ്പം കുട്ടികളുണ്ടാകുന്ന തൈറോയിഡിനെ പറ്റി സാർ ഒന്ന് പറയാമോ? ഇപ്പോൾ ജനിക്കുന്ന സമയം മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും തൈറോയ്ഡ് രോഗം ഉണ്ടാകും. ജന്മനാ ഉള്ള തൈറോയ്ഡ് പ്രോബ്ലം അത് രണ്ട് കാരണം കൊണ്ടുണ്ടാകും. ഒന്നെങ്കിൽ ജനന സമയത്ത് തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥി ഉണ്ട്, അത് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ആദ്യത്തിന് നമ്മൾ ഡിസ്ജെനിസിസ്, ഗ്രന്ഥിയുടെ ഡിസ്ജെനിസിസ് എന്ന് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ ഡിസ്ഹോർമോണജെനിസിസ് ആണ്. അപ്പോൾ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാം. ഗ്രന്ഥി ഇല്ലാത്ത കേസുകളിൽ നമുക്ക് പലപ്പോഴും മരുന്ന് നടത്താൻ സാധിക്കില്ല. ജീവിതകാലം മുഴുവൻ തൈറോയ്ഡ് പുറത്തുനിന്ന് കഴിക്കേണ്ടി വരും. ഗ്രന്ഥി ഉണ്ട്, പക്ഷേ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിലുള്ള പ്രശ്നമാണെങ്കിൽ പലപ്പോഴും അതിൻ്റെ അകത്ത് റിക്കവറി കാണാറുണ്ട്. പക്ഷേ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് തൈറോയ്ഡ് ഹോർമോൺ നോർമലായി നിൽക്കുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ 3 വയസ്സിൽ ഹോർമോൺ കുറയാതിരിക്കാനായിട്ട് നമ്മൾ ഈവൻ ചെറിയ കുറവുകൾ പോലും കൃത്യസമയത്ത് കണ്ടെത്താനും ട്രീറ്റ് ചെയ്യാനും ശ്രമിക്കും. 3 വയസ്സിന് ശേഷമുള്ളിടത്ത് നമുക്ക് ചെറിയ ഹോർമോൺ പ്രോബ്ലം നിർബന്ധമായും ട്രീറ്റ് ചെയ്യണമെന്നില്ല. അതൊരു ലെവലിന് മേലിലോട്ട് വരുമ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റിലോട്ട് കിടക്കുന്നത്. പിന്നെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ മുതിർന്നവരിലുള്ള രോഗലക്ഷണങ്ങൾ കുട്ടികളിൽ കാണിക്കാമെങ്കിലും വളരെ റെയറായിട്ട് വളർച്ച കുറവ് തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രശ്നമായിട്ട് വരാം. ചിലപ്പം പ്യൂബർട്ടിയുടെ ഡെവലപ്മെൻറ്റ്സിനെ തൈറോയ്ഡ് ഹോർമോൺ ബാധിക്കാം. കുട്ടികളുടെ ക്ലാസ്സിലുള്ള ശ്രദ്ധക്കുറവ്, നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികൾ പെട്ടെന്ന് പഠനത്തിൽ ശ്രദ്ധ കുറയും. ഇതൊക്കെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ പ്രശ്നം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ കുട്ടി ജനിക്കുമ്പോഴും ജന്മനാ തന്നെ നമ്മൾ തൈറോയ്ഡ് ഹോർമോണിൻ്റെ സ്ക്രീനിങ് നടത്തും. അതായത് ഒരു കുട്ടി ഉണ്ടായി ഉടനെയുള്ള കോഡ് ബ്ലഡിലോ അല്ലെങ്കിൽ 48 മണിക്കൂറിന് ശേഷമുള്ള കുട്ടിയുടെ ബ്ലഡോ എടുത്തിട്ട് നമ്മൾ എല്ലാ കുട്ടികൾക്കും തൈറോയ്ഡ് ഹോർമോൺ കുറവുണ്ടോ എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് തന്നെ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ചുരുക്കം കേസുകളിൽ ആ സമയത്ത് നമുക്ക് മനസ്സിലാകാത്ത തൈറോയ്ഡ് പ്രോബ്ലം ചിലപ്പോൾ ഒരു 3 മാസം 6 മാസം ഒക്കെ ആകുമ്പോഴായിരിക്കും തിരിച്ചറിയുന്നത്. അപ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വളർച്ചക്കുറവോ ബുദ്ധിമുട്ടോ വരുന്ന അവസ്ഥയിൽ തൈറോയ്ഡ് ഹോർമോൺ ടെസ്റ്റ് ചെയ്താൽ നോർമലാണെന്ന് ഉറപ്പാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്ക് തടയാൻ സാധിക്കുന്ന ബുദ്ധി വൈകല്യത്തിൻ്റെ, അതായത് പ്രിവെൻറ്റബിൾ മെൻ്റൽ റിട്ടാർഡേഷൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമായിട്ടാണ് തൈറോയ്ഡ് ഹോർമോൺ കുറവ് പറയുന്നത്. അതുകൊണ്ട് തന്നെ 3 വയസ്സിനുള്ളിലുള്ള കുട്ടികളുടെ തൈറോയ്ഡ് പ്രോബ്ലം കറക്റ്റായി കണ്ടെത്തുകയും ചികിത്സിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ്. സർ, തൈറോയിഡിനെ പറ്റി പറഞ്ഞല്ലോ. അപ്പം കുട്ടികൾക്ക് ഈ തൈറോയിഡ് ഹോർമോൺ സ്ഥിരമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവാറുണ്ടോ? തൈറോയിഡിൻ്റെ ചികിത്സയിൽ നമ്മൾ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ നമ്മൾ പല ഹോർമോൺ ചികിത്സയിലും ഒന്നെങ്കിൽ ഹോർമോണിൻ്റെ അളവ് കൂടുന്നു, അല്ലെങ്കിൽ ഹോർമോണിൻ്റെ അളവ് കുറയുന്നു. അപ്പോൾ നമുക്ക് മറ്റ് ചികിത്സയിൽ നിന്നും വ്യത്യസ്തമായി ഹോർമോൺ ചികിത്സയിൽ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് കുറവുള്ള ഹോർമോൺ കുറവുള്ള അളവിൽ പുറത്തുനിന്ന് കൊടുക്കുകയായിരുന്നു. അപ്പം അതേ ഹോർമോൺ നമ്മൾ ഗുളികയായി പുറത്തുനിന്ന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് സൈഡ് എഫക്റ്റിൻ്റെ സാധ്യത കുറവ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഡോസ് കൃത്യമാണോ എന്നുള്ളത് നമ്മൾ പരിശോധന നടത്തി ഇടയ്ക്ക് ഉറപ്പാക്കേണ്ടതുണ്ട്. പക്ഷേ മറ്റു മരുന്നുകൾ കൊടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന പോലെ ഇതിനൊരു സൈഡ് എഫക്റ്റിന് ചാൻസ് വളരെ കുറവാണ്. സർ, മാതാപിതാക്കളുടെ ഒക്കെ ഒരു കൺസേൺ ആണല്ലോ കുട്ടികളിലെ വളർച്ചക്കുറവ്. അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് സാർ ഒന്ന് പറയാമോ? വളർച്ചക്കുറവിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും കുട്ടികൾ വളരെ ലേറ്റായിട്ടാണ് നമ്മുടെ അടുത്ത് വരുന്നത്. പലപ്പോഴും കുട്ടികൾ വലുതായി ഇപ്പോൾ +1 +2 അല്ലെങ്കിൽ കോളേജിലൊക്കെ എത്തുമ്പോഴാണ് കുട്ടികൾക്ക് പലപ്പോഴും ഹൈറ്റ് കുറവാണോ എന്നൊക്കെയുള്ള കൺസേൺ വരുന്നത്. അപ്പോൾ ആ പ്രായത്തിൽ അവർ പേരൻസിനോട് പറഞ്ഞിട്ട് ഹൈറ്റ് വെക്കുന്നില്ല, ഇനി ഹൈറ്റ് വേണം, ഞങ്ങൾ വേണമെങ്കിൽ ഹൈറ്റ് വെക്കാനായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാം, ഞങ്ങൾ നെറ്റ് നോക്കിയപ്പോൾ ഹൈറ്റ് വെക്കാൻ ഇഞ്ചക്ഷൻ ഗ്രോത്ത് ഹോർമോൺ ഉണ്ടെന്ന് കണ്ടു, അപ്പോൾ ഇഞ്ചക്ഷൻ വേണം എന്നൊക്കെ പറഞ്ഞ് കുട്ടികൾ ഒത്തിരി പേര് വരാറുണ്ട്. അപ്പം ഹൈറ്റിൻ്റെ അല്ലെങ്കിൽ ഗ്രോത്തിൻ്റെ വളർച്ചയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന്
തന്നെ നമ്മൾ കൃത്യസമയത്ത് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മുടെ അസ്ഥികളുടെ വളർച്ച നിൽക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പ്രായത്തിന് ശേഷം പൊക്കം വയ്ക്കാത്തത്. അപ്പോൾ ആ പ്രായത്തിന് മുന്നേ മാത്രമേ നമുക്ക് അതിൻ്റെ അകത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് ഹൈറ്റ് ചേഞ്ച് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പെൺകുട്ടിക്കാണെങ്കിൽ 14 മുതൽ 16 വയസ്സിൽ ഹൈറ്റ് കംപ്ലീറ്റ് ആവുമെങ്കിൽ ആൺകുട്ടിക്ക് 16 മുതൽ 18 വയസ്സിൽ ഹൈറ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ 16 വയസ്സ് 18 വയസ്സ് കഴിഞ്ഞ് കുട്ടിക്ക് ഹൈറ്റ് കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യാനോ ട്രീറ്റ് ചെയ്യാനോ സാധിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ അസ്ഥികളുടെ അറ്റത്ത് എപ്പിഫൈസസ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അവിടെ പുതിയ അസ്ഥി അല്ലെങ്കിൽ കാൽസ്യം ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ബോണിൻ്റെ നീളം വെക്കുന്നത്. ഈ പ്രായമൊക്കെ എത്തുമ്പോഴത്തേക്കും ഈ നീളം വെക്കുന്ന എപ്പിഫൈസസിൻ്റെ ഏരിയ അടഞ്ഞു പോകും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് നീളം അല്ലെങ്കിൽ ഹൈറ്റ് പിന്നെ കൂട്ടാൻ സാധിക്കത്തില്ല. നമ്മൾ കുട്ടികളിൽ വളർച്ചക്കുറവിൻ്റെ കാര്യം പറഞ്ഞു, പക്ഷേ ശരിക്കും വളർച്ചക്കുറവുണ്ടോ എന്നൊരു ചോദ്യം എൻ്റെ അകത്തുണ്ട്. അപ്പോൾ എന്താണ് നോർമലായിട്ടുള്ളൊരു ഹൈറ്റ് എന്നുള്ളതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഗ്രോത്ത് ചാർട്ടുകൾ അവൈലബിൾ ആണ്. ഒരു പ്രായത്തിലുള്ള പോപ്പുലേഷനുള്ള കുട്ടികൾക്ക് ഇത്ര ലെവൽ മുതൽ ഇത്ര ലെവലിനുള്ളിലാണ് നോർമലി വരേണ്ടത്. ഇതിന് മേളിലോ താഴെയോ വരുമ്പോഴാണ് നമ്മൾ അതിൽ അബ്നോർമലായിട്ട് കാണുന്നത്. പക്ഷേ ഇത് നമ്മൾ പറഞ്ഞാലും ഈ ഹൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു കുട്ടിയുടെ ജനറ്റിക് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയും, ആ കുട്ടിക്കുള്ള ജനിതകമായി കിട്ടാൻ സാധ്യതയുള്ള ഹൈറ്റ്, അത് ഇതിനകത്ത് വളരെ പ്രസക്തമാണ്. അപ്പോൾ പലപ്പോഴും അച്ഛനും അമ്മയ്ക്കും പൊക്കം കുറവാണെങ്കിൽ കുട്ടികൾക്കും പൊക്കം കുറവായിരിക്കും. അതൊരു അബ്നോർമാലിറ്റി അല്ല. അതിൻ്റെ ജനറ്റിക് പൊട്ടൻഷ്യൽ അനുസരിച്ച് അവർ വളരുന്നുണ്ടോ ഇല്ലയോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ മാതാപിതാക്കൾക്ക് പൊക്കം കുറവാണെങ്കിൽ അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കുട്ടികളുടെ പൊക്കം കുറവായിരിക്കും. മറിച്ച് ചില കുട്ടികളിൽ അല്ലെ ചില ഫാമിലിയിൽ അവർ ലേറ്റായിട്ട് ഹൈറ്റ് വെക്കുന്ന ആളുകളുണ്ട്. അപ്പം മറ്റു കുട്ടികൾ വളർന്ന അതേ റേറ്റിൽ അവർ വളരണം എന്നില്ല, പക്ഷേ ഇച്ചിരി ലേറ്റായിട്ടായിരിക്കും അവരുടെ വളർച്ച പോകുന്നത്. പക്ഷേ അവരുടെ ഫൈനൽ ഹൈറ്റും എപ്പോഴും നോർമലായിരിക്കും. അതിന് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിലേ എന്ന് പറയും. ആദ്യം നമ്മൾ പറഞ്ഞ ഫാമിലിയിലുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ഫെമിലിയൽ ഷോർട്ട് സ്റ്റേച്ചർ എന്ന് പറയും. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് പൊക്കക്കുറവ് കുട്ടികളെ കാണാനുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത കേസുകളിൽ മാത്രമേ നമ്മൾ ഇതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പൊക്കം വെക്കാതിരിക്കുന്നുണ്ടോ അതെയോ പൊക്കം വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഹൈറ്റ് വെലോസിറ്റി എന്ന് നമ്മൾ പറയും, ഹൈറ്റിൻ്റെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പല കേസിലും നമ്മൾ നോർമലായിട്ട് എടുക്കും, സമയം കൊടുക്കും. അതിന് എല്ലാ കേസിലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് പെട്ടെന്ന് തുടങ്ങണമെന്ന് നിർബന്ധമില്ല. വളർച്ചക്കുറവിൻ്റെ മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? നമ്മളിപ്പോൾ പറഞ്ഞ ജനിതകമായ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരുന്നു. ഈ സമയത്തെല്ലാം അവരുടെ ന്യൂട്രീഷൻ ഭക്ഷണം കഴിക്കുന്നതെല്ലാം കുറവായിരിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ചില മരുന്നുകൾ, ഇപ്പോൾ സ്റ്റിറോയിഡൊക്കെ കൊടുക്കേണ്ടി വരുന്ന കുട്ടികൾ, അവർക്ക് അവരുടെ ഗ്രോത്ത് അതിൻ്റെ നോർമൽ ഇതിൽ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നില്ല. അങ്ങനെയുള്ളത് തന്നെ പൊക്കം കുറയാനൊരു കാരണമായിരിക്കാം. അതേപോലെ തന്നെ കുട്ടികളിൽ പോഷകാഹാരത്തിൻ്റെ കുറവ്, ന്യൂട്രീഷൻ്റെ കുറവ്, അപ്പോൾ കറക്റ്റായിട്ടുള്ള കാൽസ്യത്തിൻ്റെ അളവ് വരുന്നില്ല, വൈറ്റമിൻ ഡി കുറവാണ്, ന്യൂട്രീഷനുള്ള ഫുഡ് പ്രോട്ടീൻ ഒന്നും കഴിക്കുന്നില്ലെങ്കിൽ അത് തന്നെ, അല്ലെങ്കിൽ രക്തക്കുറവ്, ഇതൊക്കെ തന്നെ കുട്ടികളുടെ ഹൈറ്റ് കുറയാനോ ഗ്രോത്ത് മോശമാക്കാനോ കാരണമാകാം. ഇതൊന്നും കൂടാതെ ഇതിനെല്ലാം അപ്പുറമാണ് പിന്നെ നമ്മൾ പറഞ്ഞ ഹോർമോൺ പ്രോബ്ലംസ് ഒക്കെ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് തൈറോയിഡിലുള്ള കുറവാണ്. പിന്നെ ചില ഹോർമോൺസ് കൂടിയാൽ, ഇപ്പോൾ കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ കൂടിയാൽ ചിലപ്പോൾ ഹൈറ്റിനെ അത് അഫക്റ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ ഗ്രോത്ത് ഹോർമോണിൻ്റെ കുറവ് വളരെ സാധാരണമായി നമ്മൾ കാണുന്ന ഒന്നല്ല. പക്ഷേ ഗ്രോത്ത് ഹോർമോൺ വന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രോത്ത് ചാർട്ടിൽ ഒരു ഫിക്സഡ് അളവിലും താഴെ ഗ്രോത്ത് ഉള്ളവർക്ക് മാത്രമാണ് നമ്മൾ ഈ ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്ത് നോക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് കൃത്യമായി ടെസ്റ്റ് ചെയ്ത് ഹോർമോൺ കുറവുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഹോർമോൺ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. കുട്ടികളിൽ വളർച്ചാക്കുറവുണ്ട് എന്നുള്ളത് എപ്പോൾ മുതലാണ് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങേണ്ടത്? അതെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? നമ്മളൊക്കെ എത്ര നേരത്തെ കണ്ടെത്താൻ സാധിക്കുന്നോ അത്രയും നല്ലത് എന്നുള്ളതാണ്. ഇപ്പോൾ തീരെ ചെറിയ സമയത്ത് നമ്മൾ കുട്ടികളെ ഇടയ്ക്ക് പീഡിയാട്രിഷ്യനൊക്കെ അടുത്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് അവർ കുട്ടികളുടെ ലെങ്ത് നോക്കും. ജന്മസമയത്ത് ഇത്ര ലെങ്ത് വേണം, അത് കഴിഞ്ഞ് 1 വയസ്സാകുമ്പോൾ ഇത്ര വേണമെന്ന് കണക്കുണ്ട്. അപ്പോൾ ആ സമയത്ത് കുറവുണ്ടെങ്കിൽ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അല്ലെങ്കിൽ നമ്മളൊരു സ്കൂളിലൊക്കെ ചേർക്കുന്ന സമയത്ത് ഒരു 4 വയസ്സ് മുതൽ കുട്ടികളിൽ പൊക്കക്കുറവുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റു കുട്ടികളുമായിട്ടൊരു കമ്പാരിസൺ വരും. അപ്പോൾ ഇത് എങ്ങനെ തിരിച്ചറിയാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പലപ്പോഴും മറ്റു കുട്ടികളുമായിട്ടുള്ള കമ്പാരിസണാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നോക്കാൻ സാധിക്കുന്നത്, ഇപ്പം കുട്ടി ആ ക്ലാസ്സിലെ ഏറ്റവും ചെറിയ കുട്ടിയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും പൊക്കക്കുറവുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മളൊരു ക്ലാസ്സിലെ കുട്ടികളെന്ന് പറയുന്ന ആ ഏജ് അല്ലെങ്കിൽ ആ പോപ്പുലേഷനിലുള്ള കുട്ടികളുടെ ഒരു സാമ്പിൾ സൈസാണ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കുറവ് ഹൈറ്റുള്ള ആളുകൾക്കാണ് എന്തെങ്കിലും പ്രോബ്ലം വരാൻ സാധ്യതയുള്ളത്. ഇപ്പം നമ്മുടെ കുട്ടി അല്ലെങ്കിൽ അവരുടെ കുട്ടി ഇപ്പം ഒരു ക്ലാസ്സിൽ 5ാമത് ഹൈറ്റിൽ, ഇപ്പം അസംബ്ലിയിലൊക്കെ നിൽക്കുന്ന ഹൈറ്റ് നമുക്കറിയാമല്ലോ, 5ാമതാണ് നിൽക്കുന്നതെങ്കിൽ അതിൽ
ഫ്രണ്ടിലുള്ള 4 പേർക്കും ഒരു പൊക്കക്കുറവിൻ്റെ പ്രശ്നവും പിന്നെ ഈ കുട്ടിക്കും കൂടെ വരാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ ഒരു ക്ലാസ്സിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ കുട്ടിക്കാണ് ഏറ്റവും ഹോർമോൺ പ്രോബ്ലം വരാനൊരു സാധ്യത കൂടുതൽ. ഇത് ഒരു വഴി നമുക്ക് തിരിച്ചറിയാനായിട്ട്. പിന്നെ മാതാപിതാക്കൾക്ക് നോക്കാൻ സാധിക്കുന്നത് ഉടുപ്പുകൾ ചെറുതാവുന്നുണ്ടോ, ഡ്രസ്സ് ചെറുതാവുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റായിട്ടുള്ള ഇപ്പോൾ ഒരു വർഷം അല്ലെങ്കിൽ 8-12 മാസമൊക്കെ ആകുമ്പോൾ ഡ്രസ്സ് ചെറുതാവുന്നു, ഹൈറ്റ് കൂടുന്നു, ഷൂവിൻ്റെ അല്ലെങ്കിൽ ചെരുപ്പിൻ്റെ സൈസ് മാറുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ഗ്രോത്ത് ഡിലേ ആവുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആവറേജ് ആയിട്ട് ഒരു 6 മുതൽ 10 വയസ്സ് വരെയുള്ള സമയത്ത് ഒരു വർഷം ഒരു 6 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അത്രയും ഹൈറ്റ് വരുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ ഒരേ വീട്ടിലെ 2 കുട്ടികൾ, അതിൽ ഇളയ കുട്ടി മൂത്ത കുട്ടിയേക്കാൾ പൊക്കം വെക്കുന്നു. അങ്ങനെ വരുമ്പോൾ മൂത്ത കുട്ടിക്ക് ഹൈറ്റ് നഷ്ടപ്പെടുന്നുണ്ടോ, എന്തോ കാരണമുണ്ട്, അതാണ് മറ്റേ കുട്ടിയെ പോലെ മൂത്ത കുട്ടി വളരുന്നില്ല എന്നുള്ളത് അത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ലക്ഷണമാണ്. ഡോക്ടർ, പൊക്കക്കുറവിന്റെ ചികിത്സ എന്തൊക്കെയാണ്? പൊക്കക്കുറവ് എന്തുകൊണ്ട് വരുന്നു എന്നനുസരിച്ചാണ് അതിൻ്റെ ചികിത്സ വരുന്നത്. അപ്പം നമ്മൾ ഈ ജെനറ്റിക് ഷോർട്ട്, നമ്മൾ ആദ്യം പറഞ്ഞ ഫെമിലിയൽ ഷോർട്ട് സ്റ്റാച്ചർ, അവരുടെ ഫാമിലിയിൽ തന്നെ ഹൈറ്റ് കുറവുള്ളിടത്ത് നമ്മൾ പലപ്പോഴും ട്രീറ്റ് ചെയ്യണമെന്നില്ല. അവരുടെ ജെനറ്റിക് പൊട്ടൻഷ്യലിനനുസരിച്ച് വളർച്ച നടക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ അകത്ത് ഇൻ്റർഫിയർ ചെയ്യാൻ സാധ്യത കുറവാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂട്രീഷൻ്റെ കുറവാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരുന്നോ അങ്ങനെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. പലപ്പോഴും പൊക്കം കുറവും അതിൻ്റെ കൂടെ വണ്ണം കൂടുതലും ഉള്ളപ്പോഴാണ് അതിൻ്റെ അകത്തൊരു ഹോർമോൺ പ്രോബ്ലം ഉണ്ടാകാനുള്ള സാധ്യത കുറവ്. പൊക്കവും വണ്ണവും കുറഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ന്യൂട്രീഷൻ്റെ കുറവോ മറ്റ് അസുഖങ്ങളോ രോഗങ്ങളോ ഒക്കെ ആയിരിക്കാം പൊക്കം നഷ്ടപ്പെടാനുള്ള കാരണമുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഹോർമോൺ പ്രോബ്ലത്തിൻ്റെ അകത്ത് ഇപ്പോൾ നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന തൈറോയ്ഡ് പ്രോബ്ലം ആയിരിക്കും. തൈറോയ്ഡ് പ്രോബ്ലം കുറവുള്ള കുട്ടികളിൽ നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ സപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ തന്നെ ഗ്രോത്ത് കൃത്യമായി വരാറുണ്ട്. അല്ലെങ്കിൽ മറ്റു ഹോർമോൺ എല്ലാം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മറ്റു കാര്യങ്ങളൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മൾ ഗ്രോത്ത് ഹോർമോൺ കുറവുണ്ടോ എന്ന് നോക്കും. അതിനുവേണ്ടി ഗ്രോത്ത് ഹോർമോൺ കുറവുണ്ടോ എന്ന് നോക്കുന്ന ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റിൽ ഗ്രോത്ത് ഹോർമോൺ കുറവുണ്ടെന്ന് കണ്ടാൽ മാത്രം നമ്മൾ പുറത്തുനിന്ന് ഗ്രോത്ത് ഹോർമോൺ സപ്ലിമെൻറ്റ് ചെയ്യും. ഗ്രോത്ത് ഹോർമോൺ പലപ്പോഴും നമ്മൾ ഇഞ്ചക്ഷനായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡെയിലി ഉള്ള ഇഞ്ചക്ഷൻ ഉണ്ട്, ഇപ്പോൾ വീക്ക്ലി ഇഞ്ചക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് അതിൻ്റെ റെസ്പോൺസ് നോക്കുക ചെയ്യുന്നത്. സാധാരണഗതിയിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഹൈറ്റ് വരുന്നിടം വരെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു വർഷത്തിൽ 2-3 സെൻറ്റിമീറ്ററിൽ കുറവ് കിട്ടുന്നിടം വരെ, അല്ലെങ്കിൽ അത്രയെങ്കിലും വളരുന്നുണ്ടെങ്കിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് നോക്കുക ചെയ്യും. ഒരു 9 അല്ലെങ്കിൽ 10 വയസ്സിന് ശേഷമുള്ള വളർച്ച കൂടുതലായിട്ടും പ്യൂബർട്ടൽ ഡെവലപ്മെൻറ്റ്സും അതുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോണിനെയും കൂടെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ പ്യൂബർട്ടിയുടെ സമയത്ത് വരുന്ന മെയിൽ ആൻഡ് ഫീമെയിൽ ഹോർമോൺ, പെൺകുട്ടികളിൽ വരുന്ന ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും ആൺകുട്ടികളിൽ വരുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണും കുട്ടികളുടെ വളർച്ചയിൽ, അത് കഴിഞ്ഞ ശേഷമുള്ള വളർച്ചയിൽ വളരെ പ്രസക്തമാണ്. അപ്പോൾ പ്യൂബർട്ടൽ ചേഞ്ചസ്, അതായത് ഹോർമോൺ വന്നു തുടങ്ങുന്നത് ലേറ്റ് ആകുകയാണെങ്കിലോ അല്ലെങ്കിൽ ഹോർമോൺ വളരെ നേരത്തെ വന്നാലും അത് കുട്ടികളുടെ വളർച്ചയും ഹൈറ്റിനെയും അഫക്റ്റ് ചെയ്യും. പ്യൂബർട്ടിയും അതുമായി ബന്ധപ്പെട്ട ഹോർമോൺ വ്യതിയാനങ്ങളും മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണല്ലോ, അതിനെപ്പറ്റി ഒന്ന് പറയാമോ ഡോക്ടർ? ഒരു കുട്ടിയെ ഒരു മുതിർന്ന ആളാക്കി മാറ്റുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട മാനസികവും ശാരീരികവുമായിട്ടുള്ള വ്യതിയാനങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ഈ പ്യൂബർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെൻ്റലായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ചേഞ്ചസ് ഉണ്ട്, ഹോർമോൺ റിലേറ്റഡ് ചേഞ്ചസ് ഉണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും പ്രശ്നം വരുന്നത് കുട്ടിയുടെ ഹെൽത്തിനെ ആ സമയത്ത് ബാധിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ തലച്ചോറിൻ്റെ അകത്ത് പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞിട്ടൊരു ഗ്രന്ഥിയുണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നാണ് നമുക്ക് ഹോർമോൺ എല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള സിഗ്നലുകൾ വരുന്നത്. അപ്പോൾ ഈ പ്യൂബർട്ടിയിൽ ചേഞ്ചസിൻ്റെ സിഗ്നൽസും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് FSH, LH എന്ന് പറഞ്ഞ 2 മെയിൻ ഹോർമോൺ വരുന്നുണ്ട്. ഈ ഹോർമോൺസ് ഇപ്പം മെയിൽസിലാണെങ്കിൽ ടെസ്റ്റസിലോ ഫീമെയിൽസിലാണെങ്കിൽ ഓവറിയിലോ പോയിട്ട് വർക്ക് ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഓവറിയിലും ടെസ്റ്റസിലും ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ പെൺകുട്ടികളിലാണെങ്കിൽ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോണും ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്ററോൺ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നു. ഈ ഹോർമോണാണ് ശാരീരികമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് കൃത്യസമയത്ത് വരുന്നു എന്നുള്ളത് നമ്മൾ ഉറപ്പാക്കേണ്ട ഒന്നാണ്. അപ്പോൾ ഈ ഹോർമോൺ ചേഞ്ചസ് വേണമെങ്കിൽ നേരത്തെ വരാം. ഇപ്പോൾ 4 വയസ്സ് 6 വയസ്സായിട്ടുള്ള കുട്ടികളിൽ നമ്മൾ ഹോർമോൺ ചേഞ്ചസ് കാണുന്നത് അബ്നോർമലാണ്. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചസ് കണ്ടാൽ നമ്മളത് അപ്പം തന്നെ തിരിച്ചറിഞ്ഞ് ആ ചേഞ്ചസിൻ്റെ കാരണം എന്താണെന്ന് കണ്ടെത്തി അത് കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതേപോലെ ലേറ്റായി പോകുന്നതും ഹോർമോൺ പ്രോബ്ലംസ് ഹോർമോൺ ചേഞ്ചസ് കൃത്യമായ സമയത്ത് വരാതിരിക്കുന്നതും മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളൊരു പ്രായം പറയുകയാണെങ്കിൽ പെൺകുട്ടികളിൽ ഒരു 8 വയസ്സിന് മുന്നേ ഹോർമോൺ ചേഞ്ചസ് സ്റ്റാർട്ട് ചെയ്താൽ നമ്മൾ അബ്നോർമലാണെന്ന് പറയും. അതേപോലെ ആൺകുട്ടികളിൽ 9 വയസ്സിന് മുന്നേ
ഹോർമോൺ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് അബ്നോർമലാണ്. ഒരു 13 വയസ്സായിട്ട് പെൺകുട്ടികളിൽ ഹോർമോൺ ചേഞ്ചസ് വന്നിട്ടില്ല, അല്ലെങ്കിൽ ശാരീരികമായ വ്യത്യാസം വന്നു തുടങ്ങിയില്ല, അല്ലെങ്കിൽ 14 വയസ്സായിട്ട് ആൺകുട്ടികളിൽ വന്നു തുടങ്ങിയിട്ടില്ലെങ്കിലും അത് അബ്നോർമലാണ്. അപ്പം ഹോർമോൺ ചേഞ്ചസ് വന്നിട്ടില്ലെങ്കിൽ ഈ ഉൽപ്പാദനത്തിന് നമ്മൾ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നുള്ള സിഗ്നൽ വരുന്ന സ്ഥലത്തോ, അല്ലെങ്കിൽ ഈ സിഗ്നൽ നമ്മുടെ ഈ ഓവറിലോ ടെസ്റ്റസിലോ വർക്ക് ചെയ്യുന്നിടത്തോ പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നിടത്ത് പ്രശ്നം, ഹോർമോൺ വർക്ക് ചെയ്യുന്നിടത്ത് പ്രശ്നം ഒക്കെ ഉണ്ടെങ്കിൽ ഇതിന് വ്യത്യാസങ്ങൾ വരാം. അപ്പം ഈ സമയത്തിന് മുന്നെയോ ശേഷമോ ഉള്ള ഹോർമോൺ ചേഞ്ചസ്, അല്ലെങ്കിൽ അത് വരാതിരിക്കുകയോ നേരത്തെ വരുകയോ ചെയ്യുന്നത് കൃത്യമായും ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ചികിത്സ, അതിൻ്റെ കാരണം തേടേണ്ടതാണ്. അപ്പോൾ ഇച്ചിരി നേരത്തെ ഹോർമോൺ ചേഞ്ചസ് വരുന്നത് നമ്മൾ ഹൈറ്റ് ഒക്കെ നഷ്ടപ്പെടാൻ കാരണമായേക്കാം, അല്ലെങ്കിൽ താമസിച്ച് വരുന്നതും എല്ലാം ഹൈറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ വളർച്ചേനെയൊക്കെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഇപ്പോൾ പെൺകുട്ടികളിലാണെങ്കിൽ ഹോർമോൺ ചേഞ്ചസിൻ്റെ ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് ആണ്. ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റസിൻ്റെ സൈസ് കൂടുന്നതാണ്. അത് നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പെട്ടെന്നുള്ള ഹൈറ്റ് വെക്കൽ ഇതിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെ ആക്സിലയിലും ജെനിറ്റൽ ഏരിയയിലും ഒക്കെയുള്ള ഹെയറിൻ്റെ ഗ്രോത്ത് ഈ പ്രായത്തിന് മുന്നേയൊക്കെ കാണുവാണെങ്കിൽ കുട്ടികളെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഹോർമോൺ ചേഞ്ചസിന് കാരണം എന്താണ് എന്ന് കണ്ടെത്തി അത് കൃത്യസമയത്ത് തന്നെ ചികിത്സിക്കേണ്ട അത്യാവശ്യമാണ്. സാധാരണയായി കുട്ടികളിൽ കണ്ടുവരുന്ന ഹോർമോൺ പ്രശ്നങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു അല്ലേ ഡോക്ടർ? നമ്മൾ കുട്ടികളിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ടൈപ്പ് 1 പ്രമേഹമോ അല്ലെങ്കിൽ അമിതവണ്ണം ഇപ്പോൾ കുട്ടികളിൽ വളരെ കോമൺ ആണ്. അപ്പോൾ കുട്ടികളിൽ അമിതവണ്ണത്തിൽ ഓവറായിട്ടുള്ള ന്യൂട്രീഷൻ, ഫുഡിൽ നിയന്ത്രണമില്ലാതെ വരിക, ജീവിതശൈലി പ്രശ്നങ്ങളൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ളത്. അതല്ലാതെ ഹോർമോൺ റിലേറ്റഡ് കുട്ടികളിൽ അമിതമായിട്ട് വണ്ണം വെക്കുന്ന ഗ്രന്ഥികളിൽ ഈവൻ ട്യൂമർ പോലും ഉണ്ടായേക്കാവുന്ന രോഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ ആളുകൾക്ക്, ഇപ്പോൾ പേരൻസിനോ അല്ലെങ്കിൽ ടീച്ചേഴ്സിനോ അറിഞ്ഞിരിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും കൃത്യസമയത്ത് തിരിച്ചറിയാൻ ചെയ്യേണ്ട ചില ഹോർമോൺ പ്രോബ്ലങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്.